Welcome to Tasty Buds. ഹായ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, ചിക്കൻ ടിക്ക മസാലയാണ്. അപ്പോൾ ചിക്കൻ ടിക്ക മസാല നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതുപോലെ പെട്ടെന്ന് ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങളെടുത്ത് എല്ലില്ലാത്ത ചിക്കൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലുള്ളതുകൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എല്ലില്ലാത്ത ചിക്കൻ കൊണ്ടാണ്. അതുപോലെ തന്നെ അതിൽ ഫ്രഷ് ക്രീമൊക്കെ, കുക്കിംഗ് ക്രീമൊക്കെ ചേർക്കുന്ന കാരണം നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അധികം എരിവൊന്നും ഉണ്ടാവില്ല, എന്നാൽ ആവശ്യത്തിന് സ്പൈസിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്ക മസാലയാണ്. അപ്പോൾ അതിന് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം ആഡ് ചെയ്യേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണാണ്, ചെറിയ സ്പൂണിന്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, അതുപോലെ ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/4 ടീസ്പൂണ്. അതുപോലെ നമുക്ക് വേണ്ടത് തൈര് 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ അനുസരിച്ച് നിങ്ങൾ അതിന് കൂടുതൽ കുറവ് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. എന്നിട്ട് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂർ നിങ്ങൾ വെക്കണം. അപ്പം ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കട്ടെ. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഏകദേശം 1 മണിക്കൂർ എങ്കിലും നമ്മൾ വെക്കണം. ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ 1/2 മണിക്കൂർ ആരെങ്കിലും ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് അടുത്ത പ്രൊസീജിയർ, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ആവശ്യത്തിന് ഒഴിക്കുക. ഇത് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഉണ്ടായിരിക്കും. ഇനി അതിലേക്ക് നമ്മൾ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാൻ 2 വലിയ സവാള എടുത്തിട്ടുള്ളത്. സവാള അത് അരിഞ്ഞിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വന്നോട്ടെ. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഗ്രാമ്പു ഉണ്ട്, പട്ട ഉണ്ട്, അതുപോലെ ബേ ലീവ്സും ഉണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് ഗരം മസാല പൗഡറും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക, കാരണം പൊടികളൊക്കെ കരിഞ്ഞു പോകാതിരിക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഞാൻ ടൊമാറ്റോ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അതൊരു 7 ടൊമാറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കാശ്മീരി ചില്ലി ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. നല്ല കളറിന് വേണ്ടിയിട്ടാണ്.
നിങ്ങളടുത്ത് ടൊമാറ്റോ പ്യൂരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി ആകാൻ അധികം എരിവുണ്ടാവില്ല. ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറവാണ്, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കണം. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിത് മൂടി വെക്കാൻ പോവാണ്. മൂടി വെച്ച് നന്നായി വേവിക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ ഇത് വെച്ച് കൊടുക്കുക. ചിക്കൻ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫുള്ള് ചിക്കൻ വെച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചിക്കന് മാരിനേറ്റ് ചെയ്ത് ഞാൻ ഇതിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് നമ്മൾ ചിക്കൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ആ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടോ, അതൊക്കെ വറ്റി നല്ല ഗ്രേവിയൊക്കെ നല്ല കുറുകിയിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ ബേക്ക് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഓൾറെഡി കുക്ക്ഡ് ആണ്. ഇത് നന്നായി ഇളക്കി എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 150 ml മതിയാവും. കുറച്ച് കുക്കിംഗ് ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ അൽമറായിൻ്റെ കുക്കിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് 250 ml ഉണ്ട്. ഞാനൊരു 150 ml ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഒന്ന് നമുക്ക് വേണമെങ്കിൽ കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുകയാണ്. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരട്ടെ. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി മൂടി വെക്കാം. ഒന്നുകൂടി ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. കണ്ടോ, അത് നല്ല തിളയൊക്കെ വരുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിക്കാം. അപ്പോൾ ഇനി നമുക്കിനി തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് കണ്ടോ, അതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫൈനലായിട്ട് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാനിത് തുറന്ന് കുറച്ച് മല്ലിയില തൂവി കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ ചിക്കൻ ബേക്ക് ചെയ്യുന്ന കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ചെയ്യും. അപ്പോൾ അതിനുള്ള കുക്കിംഗ് ടൈം വളരെ കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഫീഡ്ബാക്ക്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.
അതുപോലെ തന്നെ എന്താ എന്നും പറയാനുള്ളൂ. നിങ്ങളാണ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ ഇനി വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന പുതിയ ആൾക്കാർ ഈ ഡിഷ് കണ്ടിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.